നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഈ മിഡ് വീക്കിലെ മാച്ച് ഡേ 7 മികച്ച താരത്തെ ഇപ്പോൾ യുവേഫ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഹുലിയൻ ആൽവരസും ലൂക്ക് ഡിയോങ്ങും വിനി ജൂനിയറും റാഫീഞ്ഞയുമാണ്. ഇതിൽ ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ലഭിച്ച സ്ഥാനം ഇപ്പോൾ യുവേഫ പുറത്തുവിട്ടിട്ടുണ്ട്. 4-ാം സ്ഥാനത്താണ് റാഫീഞ്ഞ. റാഫീഞ്ഞ മികച്ച പ്രകടനം തന്നെയാണ് ഇക്കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ആ ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിനുള്ള ലിസ്റ്റിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ 4-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത്. 3-ാമതാണ് വിനി ജൂനിയർ. വിനി ജൂനിയർ റയൽ മാഡ്രിഡിനായിട്ട് RB സാൽസ്ബർഗിനെതിരെ 2 ഗോളുകൾ നേടി മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അദ്ദേഹവും ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഫിനിഷ് ചെയ്യുന്നത് 3-ാം സ്ഥാനത്താണ്. ലൂക്ക് ഡിയോങ് ആണ് PSV ഐന്തോവന താരമായിട്ടുള്ള ലൂക്ക് ഡിയോങ് ആണ് 2-ാം സ്ഥാനത്ത് വന്നത്. 1-ാമത് ഹുലിയൻ ആൽവരസ്. ബയർ ലെവർക്യൂസൻ അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെടുത്തുമ്പോൾ സിംഗിൾ ഹാൻഡഡ്ലി 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ടീമിന് വേണ്ടി വിജയം സ്വന്തമാക്കിയത് ഹുലിയൻ ആൽവരസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മിന്നും പ്രകടനം പരിഗണിച്ചുകൊണ്ട് മാച്ചിലെ 7 ഏറ്റവും മികച്ച താരമായിട്ട് ഹുലിയൻ ആൽവരസിനെ ഇതാ യുവേഫ പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഒരിക്കൽ കൂടിയ പോസ്റ്റം പറഞ്ഞ 1 ഹുലിയൻ ആൽവരസ്, 2 ലൂക്ക് ഡിയോങ്, 3 വിനി ജൂനിയർ, 4 റാഫീഞ്ഞ. അതായത് ലാ അഴാന ഈസ് ദി പ്ലെയർ ഓഫ് ദി വീക്ക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.